നിൽക്കുന്ന അവരുടെ കൂടെ വസിക്കുന്ന സഹചാരികളായ അന്തേവാസികളുടെ മാനസിക നില വളരെ ശാന്തമാണെങ്കിൽ അത് ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങേയറ്റം നേട്ടമാണ്. അതാണ് ഇത് ഈ ഒരു പ്രവർത്തനത്തിൽ നിന്ന് ജയിൽ ഉദ്യോഗസ്ഥർ ചൂഷണം ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. മഹത്തായ ഈ സംരംഭം ജയിലിൽ അങ്ങേയറ്റം പ്രയോജനമാകും. കേരള ജയിൽ ഡിപ്പാർട്ട്മെന്റ് നവജീവൻ കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് സെന്ററിന് അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായവും നൽകുന്നതാണ്. ഞാൻ അധ്യക്ഷ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഈ മഹത്തായ സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട എംപിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ശ്രീ എം.കെ. രാഘവൻ സാറിനെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. തോമസ്, ശ്രീ ശശിധരൻ ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച നവജീവൻ കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്തിന്റെ ചീഫ് കോർഡിനേറ്റർ ഡോക്ടർ C.K. അനിൽകുമാർ, ഈ വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, ബഹുമാനായ ശ്രീ ഡോക്ടർ ശാന്തകുമാർ, ഈ വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നവജീവൻ കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു സാമൂഹ്യ ദൗത്യം നിർവഹിക്കപ്പെടുന്നതിന്റെ തുടക്കം കുറിക്കുകയാണ്. സൈക്കോളജിക്കൽ കൗൺസിലിംഗും ഹിപ്നോതെറാപ്പിയും ഉൾപ്പെടുന്ന പ്രോജക്റ്റ് കേരളത്തിലെ എല്ലാ ജയിലുകളിലും നടപ്പിലാക്കുന്ന ഭാഗമായിട്ടാണ് കോഴിക്കോട് ജയിലിൽ ഇന്ന് അതിന്റെ തുടക്കം കുറിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രോജക്റ്റുമായി മുന്നോട്ട് വരുമ്പോൾ സമൂഹത്തിന് ബാധ്യതയുണ്ട്. ഈ പ്രോജക്റ്റിനെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കാൻ സമൂഹം മുന്നോട്ട് വരണം എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാറുള്ളത്. പ്രത്യേകിച്ച് ഈ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ നേരത്തെ ഇവിടെ ശ്രീ ഡോക്ടർ അനിൽകുമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായി. കേരളം വളരെ മുന്നിലാണ് എന്നാണ് അദ്ദേഹത്തിന്റെ സ്വാഗതത്തിന് ബോധ്യമായത്. കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ മുന്നേറ്റവും വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ മുന്നേറ്റവും മറ്റ് സംസ്ഥാനങ്ങൾക്കെക്കാളും മാതൃകയാണ്. പക്ഷെ ഈ സംസ്ഥാനത്തിനകത്ത് കൂടുതൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളത് ആശങ്ക ഉണർത്തുന്നതാണ്. ശിക്ഷ എന്ന് പറയുന്നത് അത് ശിക്ഷയല്ല, മാനസിക പരിവർത്തനമാണ്, റിഫോർമേഷനാണ്. ജയിലിൽ കഴിയുന്നവരുടെ ശിക്ഷാ കാലാവധി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അത് ശിക്ഷയല്ല, ശരിക്ക് മാനസികമായ പരിവർത്തനം വരുത്തുന്ന ഒരു വേദിയായി ജയിലുകൾ മാറേണ്ട കാലമാണ്. കുറ്റകൃത്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി ആധികാരികമായി പറയാൻ കഴിയുന്നവർ എന്റെ മുമ്പിലുണ്ട്, ഈ വേദിയിലുണ്ട്. പക്ഷെ കുറ്റകൃത്യങ്ങൾക്ക് പലപ്പോഴും പല ഘടകങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കും. ഒന്ന് സന്ദർഭമാണ്, ഒന്ന് സാഹചര്യമാണ്, മറ്റൊന്ന് പ്രേരണയാണ്. അപ്പൊ സ്വാഭാവികമായും ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ കുറ്റകൃത്യം ചെയ്യപ്പെട്ട് കാണാം. മറ്റു ചിലത് പ്രേരണ കൊണ്ട് ചെയ്യുന്നുണ്ടാകാം. അപ്പൊ കുറ്റകൃത്യങ്ങളിലും അതിന്റെ വ്യത്യസ്ത ഭാവങ്ങളുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ ഇത്തരം കാര്യങ്ങളിൽ ഒരു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർ പൂർണ്ണമായും ഒരു മാനസികമായ പരിവർത്തനം, നവീകരണം, അതുപോലെ കായികക്ഷമത ഉളവാക്കാൻ
കഴിയുന്ന ഒരു പ്രോജക്റ്റാണ് ഈ പ്രോജക്റ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സമൂഹത്തിന് മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരു കുറ്റം ചെയ്തതിന്റെ ഫലമായി അത്തരം ആളുകളെ സ്വീകരിക്കുന്നതിന് പകരം എന്നും കുറ്റവാളികളായി കാണുന്ന ഒരു മനസ്സ് പലപ്പോഴും ആ കുറ്റവാളി മാത്രമല്ല, ആ കുറ്റവാളിയുടെ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള കുടുംബാംഗങ്ങൾ പോലും പിൽക്കാലത്ത് ആ ചീത്ത പേര് പേറേണ്ടി വരുന്നൊരവസ്ഥ നാം സ്വയം ആലോചിക്കേണ്ടിയിരിക്കുന്നു. അത് എല്ലാ തലങ്ങളിലും ചർച്ചപ്പെട്ട വിഷയമാണ്. അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഘട്ടങ്ങളിൽ പെട്ടുപോയാൽ, കുറ്റവാളിയായി കഴിഞ്ഞാൽ, ആ കുറ്റവാളി ശിക്ഷയ്ക്ക് ശേഷം പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാനസിക നവീകരണം പരിവർത്തനത്തിലൂടെ നേർവഴിക്കുള്ള ജീവിതം നയിക്കാൻ തീരുമാനിച്ചാൽ പോലും ഈ കളങ്കം അവിടെ കിടക്കുകയാണ്. ആ കളങ്കം പിൽക്കാലത്ത് ആരെ ബാധിക്കുന്നു? കുറ്റം ചെയ്ത ആളെയല്ല ബാധിക്കുന്നു, ശിക്ഷിക്കപ്പെട്ട ആളിനെ ബാധിക്കുന്നു. പിന്നെ ബാധിക്കുന്നത് തന്റെ കുടുംബാംഗങ്ങളെ, തന്റെ കുടുംബങ്ങളെ, തന്റെ കുട്ടികളെ, തന്റെ ബന്ധുക്കളെ. ഇത് നിഴലുപോലെ പിന്തുടരുകയാണ്. ഇപ്പൊ കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്ന വിഷയം, ഇത്തരം കുറ്റകൃത്യങ്ങൾ പെട്ടുപോയി മാനസിക പരിവർത്തനം വന്നു കഴിഞ്ഞാൽ, അവർ കായികക്ഷമത വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും എനിക്ക് തോന്നുന്നത് ഇത്തരം ആളുകളെ സ്വീകരിക്കാൻ സമൂഹം മുന്നോട്ട് വരണം. അതാണ് നേരത്തെ ഡോക്ടർ അനിൽകുമാർ പറഞ്ഞത്. ഇത്തരം ആളുകളെ സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും കേരളത്തിൽ ഒരുക്കാൻ തീരുമാനിച്ച ഒരു മഹാസംഘടനയാണ് ഈ നവജീവൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, പ്രത്യേകിച്ച് ഇതൊരു ഗാന്ധിയൻ മാർഗം കൂടിയാണ്. ഗാന്ധിയൻ ഫിലോസഫിയിൽ പറയപ്പെട്ട പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ നവജീവൻ കിട്ടുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മാനസികമായ പരിവർത്തനമാണ്. ഇതിനകത്ത് നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരു കാലാവധി 6 മാസമാണെങ്കിൽ 5 വർഷമാണെങ്കിൽ ഈ കാലാവധിക്കുൾ നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. ഈ രൂപത്തെ നയിക്കുന്ന മനസ്സാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നാം കാണുന്ന ഈ രൂപത്തെ ഭാവത്തെ നയിക്കുന്ന മനസ്സ് തന്നെയാണ്. ആ മനസ്സിനാണ് മാറ്റം വരേണ്ടത്. ആ മനസ്സിന് മാറ്റം വരണമെങ്കിൽ എനിക്ക് കുറെ കൂടി നിങ്ങളെ സംബന്ധിച്ച് ഇത്തരം ഘട്ടങ്ങളിൽ കുറെ കൂടി ഏകാന്തമായി ചിന്തിക്കുന്ന നിങ്ങളുടെ മനസ്സുകളിൽ കഴിഞ്ഞു പോയിട്ടുള്ള കുറ്റങ്ങൾക്ക് പശ്ചാത്തലം മാത്രമേ മാറ്റുന്നത്. അവിടെ നിന്നാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഒരു പുതിയ മനുഷ്യനായി പുതിയ ലോകത്തിൽ കൈപിടിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഈ പുതിയ ദൗത്യം നവജീവൻ ഏറ്റെടുത്തിട്ടുള്ളൂ. തീർച്ചയായും എനിക്ക് തോന്നുന്നത് നമ്മെ എല്ലാം നയിക്കുന്ന മനസ്സായതുകൊണ്ട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, മാധ്യമങ്ങളിൽ വായിക്കാറുണ്ട്, ലേഖനങ്ങളിൽ വായിക്കാറുണ്ട്, അദ്ദേഹത്തിന്റെ സമനില ശരിയല്ലാത്തതുകൊണ്ടാണ് ആ സംഭവം നമുക്ക് പലപ്പോഴും പറയാറുണ്ട്. ആ സമനില എല്ലാം നിയന്ത്രിക്കുന്നത് നയിക്കുന്ന മനസ്സായതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ നേർവഴിക്ക് നയിക്കാനുള്ള ഒരു പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹാദൗത്യം ഏറ്റെടുത്ത ഈ സംഘടനയെ ഭാഗമായി ഞാൻ അഭിനയിക്കുന്നു. നിങ്ങളെല്ലാം അനുമതിയോടുകൂടി ഈ തുടക്കം കുറിക്കുന്ന ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാം നന്ദി, നമസ്കാരം. താങ്ക് യു സർ. നെക്സ്റ്റ് നൈജി അക്കരെ. രാമായണത്തിലും മഹാഭാരതത്തിലും ഗ്രീക്ക് സാഹിത്യങ്ങളിലും അറേബ്യൻ സാഹിത്യങ്ങളിലും ചരിത്രത്തിന്റെ വഴിത്താരകളിലെല്ലാം വീരസാഹസികമായ ഒട്ടനവധി മഹത് വ്യക്തികളും ക്രൂരപരാക്രമങ്ങളായ യോദ്ധാക്കളും നിങ്ങളുടെയും എന്റെയുമെല്ലാം മനസ്സിന്റെ ഉള്ളറകളിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. ഏതോ ഒരു അഭിശബ്ദ നിമിഷത്തിൽ സാഹസികതയിലുള്ള ശ്രമം മൂലം കോളേജ് ജീവിതത്തിനിടയിൽ കൽക്കത്തയിലെ ഭൂമാഫിയ സംഘത്തിലെ കിരീടം വയ്ക്കാത്ത രാജാവായി വിലസിയിരുന്ന വിക്കിയിൽ നിന്ന് നൈജിലേക്കുള്ള പരിണാമം തികച്ചും വിസ്മയമായ ഒരു സംഭവമാണ്. നൈജിൽ അക്കരെ ഇന്ന് നമ്മുടെ അതിഥിയാണ്. എങ്ങനെ ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു മനുഷ്യനെ വാനോളം ഉയരാൻ സാധിക്കുന്നതിന്റെ ഉത്തമ മാതൃകയാണ് ശ്രീ നൈജിൽ അക്കരെ. അദ്ദേഹം ഇന്ന് ബംഗാളിലെ തിരക്കുള്ള ഒരു സിനിമാ നടനാണ്. കോഴിക്കോട്ടെ പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ പത്മകുമാറിന്റെ ഒറീസ എന്ന മലയാളം ചിത്രത്തിൽ
അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നൈജിൻ അക്കരെ ഒരു മലയാളി കൂടിയാണ്. ഒരു പ്രോജക്റ്റിന്റെ ഉദ്ഘാടനം നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഡയറക്ടർ ശ്രീ ഡോക്ടർ CK അനിൽകുമാർ ക്ഷണിച്ചപ്പോൾ വളരെ എളിമയോട് കൂടിയാണ് അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ഈ പ്രോജക്റ്റിൽ നൽകുന്ന ഊർജം വിലമതിക്കാനാകാത്തതാണ്. വെൽക്കം സർ. എല്ലാവർക്കും നമസ്കാരം. സ്റ്റേജിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. DIG സർ, പിന്നെ എല്ലാവർക്കും ശരിയായി അറിയില്ല എനിക്ക്, പക്ഷെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ മലയാളം ഭയങ്കര വീക്കാണ്. അപ്പം ഞാനൊന്ന് മലയാളം ഇംഗ്ലീഷും പഞ്ച് ചെയ്ത് വർത്താൻ പറയാം. സംസാരിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്? താങ്ക് യു. ഇപ്പം ഞാനും 9 വർഷം നിങ്ങളെ പോലെ ജയിലിലായിരുന്നു. ഒരു കൊലക്കേസിൽ ജയിലിൽ പോയി, ശിക്ഷയായി. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തു വന്നു. ഇപ്പൊ ജയിലിൽ പോയാൽ നമ്മുടെ ജീവിതം ഇവിടെ കഴിയില്ല. ഇവിടെ എല്ലാം നമ്മൾ പോവില്ല. ജയിലിൽ വന്നാൽ നമ്മൾക്ക് വേറൊരു ജീവിതമുണ്ട് പുറത്ത് പോയി കഴിഞ്ഞിട്ട് പിന്നെയും മുമ്പ് തൊട്ട് തുടങ്ങാം, തിരിച്ചു വരാം. ഞാൻ അതിൻ്റെ ഉദാഹരണം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജയിലിൽ പോയത്. സ്കൂളിൽ നിന്ന് കോളേജിൻ്റെ ഫൈനൽ ഇയറിലായിരുന്നു. ജയിലിൽ പോയിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ലോകം തീർന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇത്ര വരെ വരാൻ പറ്റും, ഇവിടെ വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഇതുപോലെ നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ പറ്റും. അത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇന്ന് കാൽക്കട്ടയിലായിരുന്നു. ഞാൻ എൻ്റെ അപ്പനും അമ്മയും വിടുന്ന, പക്ഷെ ഞാൻ ജനിച്ചത് കാൽക്കട്ടയില. അവിടെ ഞാൻ വളർന്നത്. അവിടെ ഞാൻ ഈ ഫ്രണ്ട്സ് പിന്നെ മറ്റേ കുറേ സർക്കംസ്റ്റാൻസിൽ ആയിട്ട് ജയിലിൽ പോയിട്ട് ഞാൻ വിചാരിച്ചു ഇവിടെ എൻ്റെ ജീവിതം തീർന്നു, എനിക്ക് ഇനി ഒന്നും കിട്ടാനില്ല ഈ ലോകത്തിൽ നിന്ന്, എൻ്റെ എല്ലാം കഴിഞ്ഞു. ഞാൻ ഇതുപോലെ ഇപ്പൊ ഇരിക്കല്ലോ, ഞാൻ നല്ലതാവില്ല. ഞാൻ ഇങ്ങനെ ഇവര് തുടങ്ങുന്ന പരിപാടിയില്ലേ, ഈ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി, ഇതുപോലെ ജയിലിൽ അവിടെ തുടങ്ങി പരിപാടി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവർ എന്തിനാ ഇവിടെ വരുന്നത്, ഇവർക്ക് വന്നിട്ട് നമ്മുടെ സമയം നഷ്ടാക്കാൻ. പക്ഷേ അപ്പൊ ഞാനത് വിചാരിച്ചു. പക്ഷേ സമയം പോയി. അപ്പൊ ഞാൻ അവിടെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. കാൽക്കട്ടയിൽ ജയിലല്ല പറയുന്നത്, കറക്ഷണൽ ഹോം, സംശോധൻ ആവണ ഒരു സ്ഥലം. അപ്പൊ അവിടെ ഡാൻസ് തുടങ്ങി. ഡാൻസ് ഒരു ഗുണ്ട ഡാൻസ് ചെയ്യണം. അത് ഭയങ്കര ഒരു നാണക്കേടല്ല. വേറെ ആൾക്കാരുടെ അടുത്ത്, വേറെ ഈ ക്രിമിനൽ, വേറെ പ്രിസിഡന്റിന്റെ അടുത്ത് എല്ലാവരും കളിയാക്കും. അപ്പൊ ഞാൻ ഈ ഡാൻസ് തുടങ്ങിയിട്ട് ഡാൻസ് ചെയ്തു. ഫസ്റ്റ് ടൈമിന് വേണ്ടി പുറത്ത് പോയി പ്രോഗ്രാം ചെയ്തു. ഈ പ്രോഗ്രാം ചെയ്തപ്പോ ഞാനൊരു ആർട്ടിസ്റ്റായിട്ട് പുറത്ത് പോയി. അവിടെ ഓരോരോ ആൾക്ക് വേണ്ടി 3-4 ആള് പോയി, കാരണം അവർ ഓടില്ലേ, ഒരു കള്ളന്മാരല്ലേ. അപ്പൊ പോയിട്ട് ഞാൻ പുറത്ത് പെർഫോം ചെയ്യാൻ വേണ്ടി സ്റ്റേജിൽ നിന്നപ്പോ ഞാൻ മനസ്സ് തുറന്ന് കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നോട്ട് നോക്കിയില്ല. എനിക്ക് ജീവിതത്തിൽ പോണ എല്ലാം പോയി, അത് തിരിച്ചു കിട്ടാൻ പറ്റില്ല. പക്ഷേ ഞാൻ കാൽക്കട്ടയിൽ ആയിരുന്നു എൻ്റെ ജീവിതം. ഞാൻ കാൽക്കട്ട വിട്ടിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് കാൽക്കട്ട വിട്ടിട്ട് ഇവിടെ വന്നിട്ട് കേരളത്തിൽ താമസിക്കായിരുന്നു, അല്ലെങ്കിൽ ബോംബെയിൽ പോയി താമസിക്കാൻ പറ്റിയായിരുന്നു, വേറെ വല്ലവർക്കും പോയി താമസിക്കാൻ പറ്റായിരുന്നു. പക്ഷെ അപ്പൊ മനുഷ്യന് അറിയില്ല, ഇവൻ മോശമായിരുന്നു, ഇവൻ ഇപ്പൊ നല്ലതായിരുന്നു. ഇത് ഈ കഴിവ് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. നിങ്ങൾ മാറ്റാം, നിങ്ങൾ നല്ലതാവാം. നിങ്ങൾ ഒരു മനുഷ്യന്റെ കൂടെ അല്ലേ, കണ്ണിൽ കണ്ണ് കണ്ട് വർത്തമാനം പറയാം, നാണക്കേട് ഒന്നുമില്ല. കുറെ ആൾക്കാരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സമയം, ഒരു പൊട്ട സമയം വരും. പക്ഷെ അതിന് തിരിച്ച് വന്നിട്ട് നമ്മൾക്ക് നിൽക്കാം. നമ്മൾ ചെയ്ത തെറ്റിന് വേണ്ടി നമ്മൾ ജയിലിൽ പോയി, നമ്മൾക്ക് ശിക്ഷ കിട്ടി, നമ്മൾ അനുഭവിച്ചു. അത് കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് നമ്മൾക്ക് ശിക്ഷ കിട്ടുന്നുണ്ടല്ലോ, നമ്മളൊന്നും തെറ്റ് ചെയ്യില്ല. അപ്പൊ ശിക്ഷ എന്തിനാണ്? ഞാൻ പുറത്ത് വന്നപ്പോ എനിക്ക് ആരും ജോലി തന്നില്ല. പറഞ്ഞു ഈ ചെറുക്കൻ 9 വർഷം ജയിലിലായാലും ഇവന് ജോലി കിട്ടില്ല. ഇവരോട് പോയപ്പോ ഞാൻ പറഞ്ഞു, സാർ ഞാൻ 9 വർഷം ജയിലിലായിരുന്നു, പക്ഷെ എനിക്ക് ഒരു ചാൻസ്, ഞാൻ നല്ലോണം ജീവിക്കണം, എനിക്ക് ജീവിക്കാൻ ഇഷ്ടമുണ്ട് നല്ലോണം. പക്ഷെ ഞങ്ങളിൽ ഈ ജയിലിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ചാൻസ് തരാൻ പറ്റില്ല. കാരണം
അവര് എന്തെങ്കിലും പറ്റിയ പോലീസ് നമ്മളെ വിട്ടു. അപ്പൊ അങ്ങനെ ആയിട്ട് ഒരു NGO ലാസ്റ്റിൽ ഒരു ജോലി കിട്ടി. അവിടെ ഒരു 4000 ശമ്പളമായിരുന്നു. 6 മാസം ഞാൻ അവിടെ ജോലി ചെയ്തു. ജോലി ചെയ്തിട്ട് ഞാൻ NGO-ന്റെ അടുത്ത് ഫണ്ട് ഉണ്ടായിരുന്നില്ല എനിക്ക് സാലറി തരാൻ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ റിസൈൻ ചെയ്യാം, പക്ഷെ ഞാൻ എനിക്ക് മുമ്പിലത്തെ ഫസ്റ്റ് ഷെൽട്ടർ ഈ NGO-ന്റെ അടുത്തുനിന്ന് കിട്ടിയത്. അത് കാരണം ഞാൻ ജീവിതം മുഴുവൻ ഇവിടെ വോളണ്ടറി കാശ് എടുക്കാണ്ട് ഞാൻ ജോലി ചെയ്യാം. ഇപ്പോഴും ഞാൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബിസിനസ് തുടങ്ങി. ഈ ബിസിനസ്സിൽ ഇന്ന് 45 പ്രിസണർ, നിങ്ങളുടെ പോലെ പ്രിസണർ ഇന്ന് എന്റെ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. 3 പെൺപിള്ളേരുണ്ട് ജോലി ചെയ്യുന്നുണ്ട്, ജയിലിൽ നിന്ന് വന്നത്. ഇവരെല്ലാവരും സെക്യൂരിറ്റി ഏജൻസിയാണ്. ഇവര് ഞാൻ ഹോം ഡിപ്പാർട്ട്മെന്റ് ലൈസൻസ് കിട്ടിയിട്ട് അവിടുന്ന് എല്ലാവർക്കും ഈ ഷോറൂം, ഗോൾഡ് ഷോറൂം, ഇവിടെ ജോയ ലുക്കാസ് ഇല്ല, അങ്ങനത്തെ അവിടെ അഞ്ജലി ജ്വല്ലേഴ്സ് എന്ന് പറഞ്ഞൊരു ജ്വല്ലറി കമ്പനി ഉണ്ട്. അവിടെ അവര് സെക്യൂരിറ്റിന്റെ പണി വില ജോലി. എനിക്ക് ഇന്ന് ഒരു കാര്യം പറയട്ടെ, ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ പവറുണ്ട്, നിങ്ങളുടെ മനസ്സിൽ ദേഷ്യമുണ്ട്, നിങ്ങൾ തോന്നുന്നു പുറത്ത് പോകുമ്പോൾ തോന്നും നിങ്ങൾക്ക് ഞാനാ വലിയത്, എനിക്ക് പവറുണ്ട്, ഞാൻ എല്ലാം ചെയ്യാം. പക്ഷേ നിങ്ങൾ ചത്തുപോയാൽ അത് ആരും ഓർമ്മ വയ്ക്കില്ല. നിങ്ങളുടെ കാര്യം ഓർത്തിട്ടില്ല അത് സ്പിറ്റ് ചെയ്യും. പക്ഷേ നമ്മൾ എങ്ങനെ വല്ലതും ചെയ്തു പോവാം, ആൾക്കാർക്ക് ഓർമ്മ വരും. നമ്മൾ ലീവ് ഹോം, നമ്മൾ വിടില്ല. അത് ഞാൻ വിചാരിച്ച് ഈ കമ്പനി തുടങ്ങി. ഇത് എല്ലാം ഒരു ദിവസത്തിലായില്ല. കുറച്ച് പരിശ്രമം വേണം, കുറച്ച് പേഷ്യൻസ് വേണം. 1.5 വർഷം കഴിഞ്ഞിട്ട് ഈ കമ്പനി ഞാൻ സെറ്റ് ചെയ്യാൻ പറ്റിയത്. അത് കഴിഞ്ഞ് മുമ്പ് ഞാൻ വല്ല ജോലിക്ക് വേണ്ടി വല്ല പണിക്ക് വേണ്ടി ക്ലീനിങ് ഏജൻസിയാണ് മുമ്പ് തുടങ്ങിയത്. എല്ലാവരുടെ വീട്ടിൽ ഈ ബാത്റൂം റൂമും ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ടീം തുടങ്ങി. എന്നിട്ട് പോയിട്ട് അവിടെ പറയും, ഞാൻ വല്ലവരുടെ വീട്ടിൽ പോയി പറയും, സാർ നിങ്ങളുടെ വീട്ടിൽ ക്ലീൻ ചെയ്യാൻ എനിക്ക് ഇത്ര നമ്മുടെ വെയിറ്റ്. അപ്പൊ പറയും നിങ്ങൾ ക്ലീൻ ചെയ്ത ആര് നോക്കും, വല്ലതും കട്ടാല. അപ്പൊ ഞാൻ അയാളോട് പറയും ഒരു കാര്യം ചെയ്യും, എനിക്ക് ഈ ബാത്റൂമില്ല, പുറത്തുനിന്ന് നിങ്ങൾ കൂട്ടിയിട്ട് ഞാൻ ജോലി കഴിഞ്ഞാൽ ഫോൺ ചെയ്യാം, അപ്പൊ നിങ്ങൾ തുറന്നിട്ട് കണ്ടിട്ട് എനിക്ക് തരുള്ളൂ. അപ്പൊ ഞാൻ ബാത്റൂം ക്ലീൻ തുടങ്ങി, കക്കൂസൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു. ഏതെങ്കിലും പണി ചെയ്തല്ല, പക്ഷേ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ചെയ്ത തെറ്റിന് വേണ്ടി നിങ്ങൾക്ക് ശിക്ഷ കിട്ടുക. പക്ഷേ നാളെ നിങ്ങൾ നല്ലാന്ന് ഒരു ദിവസത്തിൽ ആരും വിശ്വാസം ചെയ്യില്ല. അതിനുവേണ്ടി നിങ്ങൾക്ക് ധൈര്യം വേണം, പേഷ്യൻസ് വേണം. അത് കഴിഞ്ഞിട്ട് ആ കമ്പനിയിൽ ഇന്ന് 150 ചെറുക്കന്മാരെ പണി ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ പെൺപിള്ളേരുണ്ട്, അവർ ഉള്ളിൽ പോകുമ്പോൾ അവരുടെ കൊച്ചുങ്ങളെ കൊണ്ടുപോകും കൂടെ. അങ്ങനത്തെ ഈ കൊച്ചുങ്ങള് ഒന്നും ചെയ്യാണ്ട് അവരുടെ ഉള്ളിൽ ജയിലില്ല താമസിക്കുന്നത്. ആ സിറ്റുവേഷനിൽ വലിയതാവുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കൊച്ചുകളുടെ പുറത്ത് വന്നിട്ട് അവരുടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നല്ലോണം ജീവിക്കാനൊരു വഴി കാണിച്ചു തരാൻ വേണ്ടി ഒരു NGO ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ചെയ്യാൻ. പിന്നെ ഈ ജയിലിൽ ഈ കൾച്ചർ തെറപ്പി തുടങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ ജയിലിൽ അവിടെ കുറെ പ്രോഗ്രാം നടക്കുക പുറത്ത്. ഈ പ്രോഗ്രാമിന് എല്ലാ പ്രോഗ്രാമിനും ഒരു ഫണ്ട് കളക്ട് ആവുക, ഈ ബിസിനസ് വെൽഫെയർ ഫണ്ടിന്. ഇവിടുന്ന് ഏതെങ്കിലും പ്രസിഡന്റിന്റെ കുടുംബത്തിൽ വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു ഗ്രാന്റ് കൊടുക്കും, അതിനു വേണ്ടിയാണ്. അപ്പൊ എനിക്ക് ഒരു കാര്യം അറിയാം, ചെറുപ്പം തൊട്ട് എൻ്റെ അമ്മ പഠിപ്പിച്ചു എന്നോട്. അത് ഞാൻ ചെറുപ്പത്തിൽ മനസ്സിലായില്ല, അതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഒരിക്കലും കൊടുത്തില്ല. ഞാൻ ഉള്ളിൽ ഇരിക്കുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്, നിങ്ങളുടെ പരിവാറിന്റെ വേറെ പുറത്തുള്ള സദസ്യാണ് കൂടുതൽ ജയിലിൽ. നിങ്ങൾ ജയിലിലല്ല. അവർക്കാ ഏറ്റവും കൂടുതൽ കഷ്ടം. കണ്ണീര് അവരുടെ വീണ്ടും, നിങ്ങളുടെ അല്ല. അപ്പൊ അത് നമ്മൾക്ക് വേണ്ട. നമ്മൾക്ക് സുഖമായി സൊസൈറ്റിയിൽ ജീവിക്കാം. ഇന്ന് കിട്ടില്ല സാർ, നാളെ കിട്ടില്ല, 10 ദിവസം കഴിഞ്ഞിട്ട് കിട്ടും, പക്ഷെ കിട്ടും. കോൺഫിഡൻസ് വിടണ്ട. ഈ നവജീവൻ കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ബിസിനസ് വേണ്ടി. ഞാനൊരു ജയിൽ ഡിപ്പാർട്ട്മെന്റ് DIG CIG ഇവരുടെ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടുത്തെ ഞാനൊരു ടീച്ചറാണ്, ഒരു ഫാക്കൽറ്റിയാണ്. ഞാൻ അവിടെ ലെക്ചർ കൊടുക്കുമ്പോൾ എങ്ങനെയായി പ്രസിഡന്റ് ഇത് ചെയ്താൽ എങ്ങനെയായി പ്രസിഡന്റിനെ എഫക്ട് ചെയ്യുന്നത് ഇതെല്ലാം. അത് കഴിഞ്ഞിട്ട് ഞാൻ മൂവി ചെയ്തു. ഒറീസ എന്ന് പറഞ്ഞ ഒരു പടം മലയാളത്തിൽ ചെയ്തു. M പത്മകുമാർ ഡയറക്ടർ, ഹീര ഫിലിംസ് പ്രൊഡക്ഷൻ. അത് റിലീസാവും മെയ് മാസത്തിൽ.
ആ പടത്തിന്റെ ഓഫർ കിട്ടി. ഞാൻ ഒരിക്കലും വിചാരിച്ചത് ഞാൻ കേരളത്തിൽ വരുന്നത്. ഇത് ആക്സിഡന്റലി ആയി. ഞാൻ കാൽക്കട്ടയിൽ ചെയ്തു എല്ലാം, പക്ഷെ ഇവിടെ ഒരിക്കലും വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് എൻ്റെ കയ്യിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു സ്വപ്നത്തിന്റെ പോലെ. എന്നെ കേൾക്കാൻ വേണ്ടി ഭയങ്കര നന്ദി. കാരണം ഇതിനു മുമ്പ് ഞാൻ കാണാൻ എല്ലാവരും കുറച്ച് വർത്തമാനം പറയുന്നു, കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇപ്പൊ ഈ ഡിസ്റ്റർബൻസ് ഇല്ല. നിങ്ങളുടെ ജീവൻ മാറ്റാൻ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് വിചാരിക്കണം, എനിക്ക് വേണം, എനിക്ക് നല്ല ജീവിതം വേണം, എനിക്ക് അവിടെ അല്ല ഇവിടെ ഇരിക്കണം വീടിൻ്റെ കൂടെ. ഇത് നിങ്ങൾക്ക് വിചാരിക്കണം. ആ തോട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാക്കണം. ഞാൻ ചെറുപ്പം തൊട്ട് ഒരു കാര്യം എൻ്റെ അമ്മ പറയായിരുന്നു, ഞാൻ കേൾക്കായിരുന്നു. അതാണ് പരിശ്രമം ചെയ്യുക എന്തിനേലും വശത്തനാക്കാൻ കൈകളോ വേഷം. പരിശ്രമം ചെയ്യുന്ന കിട്ടും. നമ്മൾ കുറച്ച് നേരം വൈകും, പക്ഷേ കിട്ടും. താങ്ക് യു സോ മച്ച്. യാദൃച്ഛികമായി ഇരുട്ടുപോയ ദീപം ഒരു തിരിച്ചറിവോടെ വെളിച്ചമാക്കിയ, എല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന ജീവിത മാതൃകയായി മാറ്റിയ ശ്രീ 9 ജില്ലക്കരയെ ഒരു മൊമെന്റോ സ്വീകരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. converted into a film artist, നിങ്ങളോട് എന്ത് ചെയ്യണം എന്ന് ഉപദേശിച്ചതിന് ശേഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിന് 2 കാരണമാണ് ഞാൻ കാണുന്നത്. ഡോക്ടർ അനിൽകുമാറിന്റെ സുഹൃത്തും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഡ്വൈസറും എന്നുള്ള കാര്യമല്ല, കൂടാതെ അദ്ദേഹം പറയട്ടെ, അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ആരും ഒന്നും സംസാരിച്ചിട്ടില്ല അവിടെയെന്ന്. അത് അവർ നിങ്ങൾക്കുള്ള അദ്ദേഹത്തിൻ്റെയോടുള്ള റെസ്പെക്റ്റാണ്. കുറച്ച് സമയം ഞാൻ സംസാരിക്കുള്ളൂ. അതിലും പല കാര്യങ്ങളും നിങ്ങൾക്ക് എടുക്കാനുള്ളതുണ്ടാകും എന്നുള്ളൊരു ഓഫറോട് കൂടി ഞാൻ നിൽക്കുന്നു. മുമ്പൊരിക്കൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ നമ്മുടെ നാട്ടില് കുറേ ഡെക്കോയിറ്റ്സ് ഇന്ദിരാഗാന്ധിയുള്ള സമയത്ത് ആയുധം വെച്ച് കീഴടങ്ങി. ചമ്പൽ ഡെക്കോയിറ്റ്സ് നിങ്ങൾ കേട്ട് കാണും. അങ്ങനെ കുറേ ആൾക്കാരെ കീഴടക്കിയതിന് ശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ